ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. We have seen that advertising budget is actually it is an estimation of total expenses that are to be incurred on advertising during a given period of time. അല്ലേ, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക്, ഒരു വർഷത്തേക്കോ എന്തെങ്കിലും ആട്ടെ, ഒരു നിശ്ചിത കാലയളവിലേക്ക് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെലവാക്കേണ്ട തുകയെ, ചെലവഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന തുകയെ, അല്ലെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന, മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന തുകയെയാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുക. ആൻഡ് therefore an advertising budget of a company includes items of various expenditure relating to its advertising programs, like the amount of money which you have to pay for space, നമ്മൾ സാധാരണ ഇതിൽ പറയുന്ന കോസ്റ്റ് ഓഫ് സ്പേസ്, അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലവാകുന്ന തുക, or the amount which we spend for advertising material, like development of an advertising copy, then the production expenses of advertisement, media expenses for broadcasting the advertisement, agency commission, advertising research activities, amount spent for advertising research activities, and all these expenses, these are the major expenses or items of expenditure relating to advertising programs. So the total anticipated or estimated amount which is to be incurred for all these things are called as advertising budget of an organization. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അതിന് ചിലവഴിക്കേണ്ടി വരുന്ന മുഴുവൻ തുകയും കൂടി ചേർത്തിട്ടാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ എ കമ്പനി ക്യാൻ ഫിക്സ് ഇറ്റ്സ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. ഇങ്ങനെ ചെലവഴിക്കേണ്ട തുക, എത്ര രൂപ ചെലവഴിക്കണം എന്ന് എങ്ങനെ നിശ്ചയിക്കാം. ഇതാണ് ഈ മെത്തേഡ്സ് ഓഫ് ഫ്രെയിമിംഗ് ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനി അതിനാവശ്യമുള്ള മൂലധനം, അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തുക, അല്ലെങ്കിൽ ചെലവഴിക്കേണ്ട തുക എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണിവ. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മെത്തേഡിനെ അഫോർഡബിൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മാർഗമാണ് ഏറ്റവും എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അണ്ടർ ദിസ് അഫോർഡബിൾ മെത്തേഡ് one has to find out what is the amount that the company can afford in a given period or in a given business situation. ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു കമ്പനിക്ക് എത്ര രൂപ അഫോർഡ് ചെയ്യാം, അതിന് എത്ര രൂപ ചെലവഴിക്കാൻ പറ്റും, അഡ്വർടൈസ്മെന്റിന് വേണ്ടി എത്ര പൈസ ചെലവാക്കാം, അതിനനുസരിച്ച് പൈസ ചെലവാക്കുന്നതാണ് അഫോർഡബിൾ മെത്തേഡ് എന്ന് പറയുക. സോ ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹായമോ അല്ലെങ്കിൽ എക്സ്പേർട്ടിനോട് ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചില കാൽക്കുലേഷൻസ് നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് അഡ്വർടൈസ്മെന്റിന് ചെലവഴിക്കാൻ വേണ്ടി ഒരു കമ്പനിക്ക് എത്ര രൂപ അഫോർഡ് ചെയ്യാൻ പറ്റും, ചെലവഴിക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുക, ആ തുക ചെലവഴിക്കുന്നു. ആ മാർഗമാണ് അഫോർഡബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. സോ സാധാരണഗതിയിൽ those companies which have limited resources or limited fund use this method. വളരെ കുറച്ച് എമൗണ്ട് മാത്രമുള്ള സ്ഥാപനങ്ങൾ, അവർക്ക് എത്ര രൂപ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റും അത്രയും തുക അവരങ്ങ് ചെലവഴിക്കും. സോ when the funds availability is a constraint or the availability of fund is limited, then a limited fund is allocated for the purpose of advertisement, and this fund will be used for producing and broadcasting the advertisement activities or performing all the
ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഡ്വർടൈസ്മെന്റ്. അപ്പോൾ ഇങ്ങനെ സാധാരണ ഇതിൽ ചെറിയ സ്ഥാപനങ്ങൾ, പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെയുള്ള സ്ഥാപനങ്ങൾ അവർ എത്ര രൂപ പരസ്യത്തിന് നീക്കി വെക്കണം എന്ന് തീരുമാനിക്കും. ആ തുക അവരതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തുകയായിരിക്കും അവരുടെ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ മെത്തേഡ് അനുസരിച്ച്. അപ്പോൾ ഇതാണ് അഫോർഡബിൾ മെത്തേഡ് എന്ന് പറയുക. Then the second method is percentage of sales method. Percentage of sales. സെയിൽസിന്റെ ഒരു നിശ്ചിത ശതമാനം അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. അതാണ് ഈ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ ഉള്ളത്. സോ അണ്ടർ ദിസ് മെത്തേഡ് ദ എമൗണ്ട് ടു ബി appropriated for advertising is calculated by multiplying the value of past year's sales or the projected sales with a pre-determined percentage. അപ്പോൾ ഇവിടെ പലപ്പോഴും കമ്പനികൾ ചെയ്യുന്നത് അടുത്ത ഒരു വർഷത്തെ സെയിൽസ് എത്രയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണും. ദാറ്റ് വി കോൾ ആസ് പ്രൊജക്റ്റഡ് സെയിൽസ് അല്ലെ. പ്രൊജക്റ്റഡ് സെയിൽസ് എന്ന് പറയുന്നത് പല എന്തെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലെ ടൂൾ ഉപയോഗിച്ചിട്ട് അടുത്ത ഒരു വർഷത്തെ സെയിൽസ് എത്രയായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ സെയിൽസ് എത്രയാണ് എന്ന് നോക്കും. എന്നിട്ട് ഈ സെയിൽസിന്റെ ഒരു നിശ്ചിത ശതമാനം അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കും. സോ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് എത്രയാണോ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് സെയിൽസ് എത്രയാണോ അതിന്റെ ആ സെയിൽസിന്റെ 5%, 3% അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം തുക പരസ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ മെത്തേഡിനെയാണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് പറയുക. സോ ഹിയർ we will use a fixed percentage of past year sales or projected sales for the purpose of advertisement. പരസ്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ സെയിൽസ് എത്രയായിരിക്കും എന്ന് കണ്ടിരിക്കുന്നതിന്റെ ആ സെയിൽസിന്റെ ഒരു നിശ്ചിത ശതമാനം, 1%, 2% എത്രയെങ്കിലും ഒരു തുക അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന മെത്തേഡ്. ദിസ് ഈസ് കോൾഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. ഇനിയും അടുത്ത മെത്തേഡാണ് കമ്പാരിറ്റീവ് പാരിറ്റി മെത്തേഡ് എന്ന് പറയാം. ഈ കമ്പാരിറ്റീവ് പാരിറ്റി മെത്തേഡ് ഇതിന്റെ ഒരു പ്രത്യേകത, അണ്ടർ ദിസ് മെത്തേഡ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഈസ് calculated in such a way that a company maintains a parity with its competitors' advertising activities. ഒരു കമ്പനി ഈ മെത്തേഡ് അനുസരിച്ച് ചെയ്യുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കും. ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കും. എന്നിട്ട് കോമ്പറ്റീറ്റർ എത്ര തുകയാണോ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നത് അതേ തുക തന്നെ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു തുക ഇൻ പാരിറ്റി വിത്ത് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് സ്പെൻഡിങ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന്റെ സ്പെൻഡിങ്ങിന് അവർ പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്ന തുകയ്ക്ക് തുല്യമായ ഒരു തുക അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഈ കമ്പനിയും ചെലവഴിക്കും. ഈ മെത്തേഡിനെയാണ് കോമ്പറ്റീറ്റീവ് പാരിറ്റി മെത്തേഡ് എന്ന് പറയുക. സോ ദ എമൗണ്ട് ഓഫ് മണി വിച്ച് ഈസ് സ്പെൻഡ് ഫോർ അഡ്വർടൈസ്മെന്റ് വിൽ ബി ഇൻ പാരിറ്റി വിത്ത് ഓർ വിൽ ബി സിമിലർ ടു ദ കോമ്പറ്റീറ്റേഴ്സ് സ്പെൻഡിങ്. അപ്പോൾ മറ്റ് കമ്പനികൾ ചെലവഴിക്കുന്ന തുക എത്രയാണോ അതേ തുക തന്നെ പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്ന മാർഗമാണ് കോമ്പറ്റീറ്റീവ് പാരിറ്റി മെത്തേഡ് എന്ന് പറയുക. So under this method is based on the principle that you are at par with competitors or you should spend as much as competitors do. അല്ലെ, നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന്റെ തുല്യമായിട്ട് അവരെത്ര ചെലവഴിക്കുന്നോ അത്രയും തന്നെ നമ്മളും ചെലവഴിക്കണം. ഈ ഒരു രീതിയാണ് കോമ്പറ്റീറ്റീവ് പാരിറ്റി മെത്തേഡിൽ ഉള്ളത്.
അടുത്തത് നാലാമത്തെ മെത്തേഡാണ് ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ് എന്ന് പറയുക. ഇവിടെ here the amount of money which is required for advertisement is usually fixed on the basis of the objective which we have to achieve. Or here, or we will be anticipating the amount of money, or we will be fixing the advertising budget on the basis of the objective which we have to achieve. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു പരസ്യം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് എന്ത് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്ത് ലക്ഷ്യമാണ് നേടേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കും. സപ്പോസ് ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. സപ്പോസ് അവർ എയിം ഈസ് ടു അട്രാക്ട് 50,000 കസ്റ്റമേഴ്സ് എന്ന് വിചാരിക്കുക. ഒരു 50,000 ആൾക്കാരെ കൊണ്ട് നമ്മളുടെ ഉൽപ്പന്നം വാങ്ങിപ്പിക്കണം. ഇതാണ് ഒബ്ജക്റ്റീവ് എങ്കിൽ അവ ആദ്യം 50,000 ആൾക്കാരെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ള ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യും. then we will develop some task or ideas or strategies to achieve this objective. ഈ 50,000 ആൾക്കാരെ കൊണ്ട് ഉൽപ്പന്നം വാങ്ങിപ്പിക്കാൻ എങ്ങനെയൊക്കെ പരസ്യം ചെയ്യണം എന്ന് തീരുമാനിക്കും. then അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എത്ര രൂപ ചെലവഴിക്കണം എന്ന് കണ്ടുപിടിക്കും. ആ തുക ആണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റായിട്ട് ഫിക്സ് ചെയ്യുക. ഈ മെത്തേഡാണ് ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടാസ്ക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് യൂഷ്വലി കൺസിഡേർഡ് ആസ് the most desirable and realistic approach or realistic method. So here under this method an advertising fund is calculated on the basis of, as I told you earlier, it is calculated on the basis of the objectives to be achieved and the task involved in achieving these objectives. So it means advertising objectives are to be set for the coming period and the cost of achieving these objectives are to be calculated in terms of the task to be performed. Then the total of this amount shows the advertisement budget for the next period. So this method is called as objective and task method. So under this method we have to define the advertising objectives, or first of all we have to fix the advertising objectives. Then we have to outline the various tasks, or we should develop various tasks to be performed for achieving the objectives. Then we should calculate the cost of performing these tasks, and the total cost will be our advertising budget for the next period. So this method is called as objective and task method. Now so the next method is return on investment method. This is the fifth method. അഞ്ചാമത്തെ മെത്തേഡിൽ ഇവിടെ we are going to consider advertisement as an investment. സാധാരണഗതിയിൽ ഫിക്സഡ് അസറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി വാങ്ങുന്ന സമയത്ത് കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ROI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI, ROI മെത്തേഡ് എന്ന് പറയും. ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ അഡ്വർടൈസിംഗ് ബഡ്ജറ്റിന്റെ ഫ്രെയിമിങ്ങിന് വേണ്ടിയിട്ടും ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. സോ ഇൻ ദിസ് മെത്തേഡ് മണി സ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെന്റ് is considered as an investment and not an expenditure. സാധാരണ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഒരു ചെലവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, പക്ഷേ ഹിയർ വി ആർ ഗോയിങ് ടു കൺസിഡർ ഇറ്റ് ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് നമ്മൾ വെക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പ്രയോജനം നമുക്ക് 1 വർഷമോ 2 വർഷമോ ഒന്നും ആയിരിക്കില്ല പലപ്പോഴും കിട്ടുക, അല്ലേ? അത് എത്ര കാലം അവിടെ ഉണ്ടാവുമോ അത്രയും കാലം നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അവിടെ കമ്പനിയെ സംബന്ധിച്ച് അത് ദീർഘകാലത്തേക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് പല കമ്പനികളും അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളെ കാണുന്നത്. ആ കേസിലാണ് ഈ ROI മെത്തേഡ് ഉപയോഗിക്കുക. സോ
അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സെൻസ് ദാറ്റ് എ certain return in terms of profit is expected under this method. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് ഒരിടത്ത് ഫിക്സ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാൻ ഒരു കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും അടുത്ത കുറേ കാലത്തേക്ക് ഒരു നിശ്ചിത തുക ലാഭമായിട്ട് ഈ പരസ്യം കൊണ്ട് ഇത്ര രൂപ ലാഭമുണ്ടാവും എന്ന് കമ്പനികൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെലവാകുന്ന തുക എത്രയാണോ ആ തുകയുടെ ഒരു നിശ്ചിത ശതമാനം അടുത്ത കുറേ വർഷങ്ങളിൽ നിന്നും ആ ബോർഡ് കൊണ്ട് പ്രയോജനമുണ്ടായിട്ട് അല്ലെങ്കിൽ ആ ബോർഡ് കണ്ട് ആൾക്കാർ നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കടയെക്കുറിച്ച് അറിഞ്ഞ് അവിടെ വന്ന് സാധനം വാങ്ങും. അപ്പോൾ ആ ബോർഡ് വെക്കാൻ ചെലവായ തുക കാരണം ആ ബോർഡ് കൊണ്ട് അല്ലെങ്കിൽ അതിന് ചില പൈസ ചെലവഴിക്കുമ്പോൾ അതിൽ നിന്നും ഒരു നിശ്ചിത തുക ലാഭമായിട്ട് വരുമാനമായിട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് ഈ ROI മെത്തേഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിൽ ഉള്ളത്. സോ ഹിയർ ദ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് by taking into account the increased profits generated by an increase in sales on account of that particular advertising. ഒരു അഡ്വർടൈസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെന്റ് കൊണ്ട് തീർച്ചയായിട്ടും സെയിൽസിൽ വർധനവുണ്ടാവും. അങ്ങനെ സെയിൽസിൽ വർധനവുണ്ടാകുമ്പോൾ അവിടെ there will be an increase in profit, ലാഭത്തിലും വർധനവുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക അഡ്വർടൈസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് സെയിൽസിൽ എത്ര വർധന ഉണ്ടാവുന്നു, ലാഭത്തിൽ എത്ര വർധന ഉണ്ടാവുന്നു എന്ന് നോക്കിയിട്ട് ആ ഒരു നിശ്ചിത ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ROI മെത്തേഡ് അനുസരിച്ച് അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. സോ if sales and profits are higher than or if the sales and profits are higher, then the excess may be assumed as the result of advertising. നമ്മളൊരു പരസ്യം വെച്ചു, അതിനുശേഷം സെയിൽസും ലാഭവും ഒക്കെ വർദ്ധിക്കുകയാണെങ്കിൽ അത് ആ പരസ്യത്തിന്റെ പ്രയോജനമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് ചിന്തിക്കാം. അപ്പോൾ ഈ മെത്തേഡാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് ജഡ്ജ്മെന്റ് മെത്തേഡ് എന്ന് പറയുക. So under this judgment method, an advertisement or here the advertisement budget is fixed upon the judgment of experienced managers or experienced people of the company. ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് അവരുടെ ജഡ്ജ്മെന്റ് അനുസരിച്ച് അവരുടെ അഭിപ്രായം അനുസരിച്ച് അവർ പറയുന്ന തുക അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന രീതിയാണ് ജഡ്ജ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് arbitrary method because it is based on the arbitrary thinking of some experienced managers. അവിടെ നമ്മൾ we are not going to use any statistical tools for projecting or fixing the advertising budget. അതിന് പകരമായിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് we will be asking our experienced managers, we will seek their opinion regarding how much amount we should spend for advertising. അവരെത്ര വേണമെന്ന് പറയുന്നു ആ തുകയെ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് ആയിട്ട് തീരുമാനിക്കുകയും ചെയ്യും. So therefore we do not have to use any statistical or clerical or field work for fixing our advertising budget. It is solely based upon the experience and judgment of our some experienced managers. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അവർ പറയുന്ന തുക അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ് ആയിട്ട് മാറ്റിവെക്കുന്ന രീതിയാണ് ഈ ജഡ്ജ്മെന്റ് മെത്തേഡ് എന്ന് പറയുക. സോ യൂഷ്വലി ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവരോട് ചോദിച്ചു കഴിയുമ്പോൾ they will frame the advertising budget considering all situations like objectives, anticipated behavior of the consumers, anticipated behavior of the competitors, the area of market to be covered, type of media which we are going to use, cost of media,
how much should be the cost of media, etc. All these things ഇതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇത്ര രൂപ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണമെന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ച് അവർ പറയുന്ന തുക അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റായിട്ട് മാറ്റി വെക്കുന്ന ആ ഒരു ടെക്നിക്കാണ് ജഡ്ജ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 മെത്തേഡ്സ് ആണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഫ്രെയിം ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്.